ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു ചിക്കൻ മധുഹൂത്ത് ഉണ്ടാക്കാം കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനൊക്കെ കിട്ടട്ടെ. നമുക്ക് സിമ്പിളായിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ മസാലകളോ ചേരുവകളോ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഒരു എണ്ണ ഒഴിക്കാൻ ഞാൻ ഇവിടുത്തെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം ഞാൻ സ്പൈസസ് ഇട്ടു കേട്ടോ. ബേ ലീവ്സും അതുപോലെ തന്നെ കറാമ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഒക്കെ ഇട്ടു. പിന്നെ ഒരു 2 കഷ്ണം മുളക് ഇട്ടു കേട്ടോ. പിന്നെ ഒരു ഫുൾ ക്യാപ്സിക്കം ഇട്ടു കേട്ടോ. ക്യാപ്സിക്കാണ് ഇതിൻ്റെ മെയിൻ, മധുഹൂത്തിൻ്റെയും അതിൻ്റെയൊക്കെ മെയിൻ ഒരു ക്യാപ്സിക്കാണല്ലോ. അപ്പോൾ ക്യാപ്സിക്കം ഒരു ചെറിയ പീസായിരുന്നു, അത് മുഴുവനായിട്ട് ഇട്ടു കേട്ടോ. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ലാസ്റ്റിക്ക് തീക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. തക്കാളിയും അതുപോലെ തന്നെ ഉള്ളി, 2 തക്കാളിയും ഒരു ഫുൾ ഉള്ളിയും ഞാൻ മിക്സിയിൽ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ലാസ്റ്റിക്ക് തീക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ഈ തക്കാളി പേസ്റ്റ് നല്ലൊന്ന് തിളച്ച് വരുന്നവരെ, എണ്ണ ഒക്കെ ഒന്ന് പൊന്തി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് വേവിച്ചെടുക്കുക. ഇതായിപ്പോൾ ഇതുപോലെ തിളച്ച് വരണം കേട്ടോ. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് മുളകും പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഗരം മസാല പൊടിച്ചതും ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഞാനിവിടെ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൈ കൊണ്ടൊന്ന് തിരുമ്മിയാണ്ട് അതിൽ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന് മസാല കൂട്ടി വെക്കണ്ട കേട്ടോ. ഞാൻ ഇത് വേറെ ആവശ്യത്തിന് മസാല കൂട്ടി വെച്ചതായിരുന്നു. പിന്നെ അത് എടുക്കാതായപ്പോൾ ഇങ്ങനെ മധുഹൂത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ മസാല കൂട്ടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് നല്ല ടേസ്റ്റായി. കാരണം ചിക്കൻമൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ടാവില്ല ഓൾറെഡി. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആട്ടാം. ഇങ്ങനെ മസാല തേച്ച് വെക്കണം എന്നൊരു നിർബന്ധമില്ല. പിന്നെ ഞാൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഊറ്റിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് വെച്ച് നമുക്ക് അടിച്ചു വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 1 വിസിലാട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ആ 1 വിസിൽ വരെ വെയിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന്ന് ആവി പോയതിന് ശേഷം ആവിക്ക് പോയതിനു ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ.